സൂപ്പർ സ്റ്റാർ സിനിമയ്ക്ക് കിട്ടാവുന്നതിന്റെ അതിൽ കൂടുതൽ CD സെയിൽസ് ആട് എന്ന് പറയുന്ന സിനിമയ്ക്ക് നടന്നിട്ടുള്ളത്. പെരിച്ചാഴി ആണെങ്കിൽ കൂടെ അതിനെ സ്പൂഫായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മലയാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി പുതിയ ആളുകളെ വെച്ചിട്ടുള്ള സിനിമ ചെയ്യുന്നില്ല. ഫ്രൈഡേ ഫിലിം ഹൗസ് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ ആടിന്റെ പാർട്ട് 2 വന്നില്ല. ഒരു സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ഡയറക്ടറിന്റെ കൊടുത്തിട്ട് മാറി നിന്നിട്ട് ആ ഫൈനൽ ഔട്ട്പുട്ട് കാണുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ല ഞങ്ങൾ. പ്രതീക്ഷകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഒരു കൊച്ചുപടാണ്, അതായത് ഒരു എന്റർടൈനർ, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ. ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ സാൻഡ്ര പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിലും ഒരു USP ഉണ്ടാവും, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസൽ. ഇതെന്താണ് എല്ലാവരും കണക്ട് ചെയ്യുന്നത്? കാരണം ഹോസ്റ്റലിൽ താമസിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. 2 താമസിക്കുന്നതല്ല, ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് ലൈഫിൽ എന്തെങ്കിലും ഒരു മുഹൂർത്തം ഇല്ലാത്തത്. ചിലപ്പം കൂട്ടുകാരെ കാണാൻ ഹോസ്റ്റലിൽ പോയിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ അവർ തന്നെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുള്ളവരായിരിക്കാം, അവരുടെ അച്ഛൻ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടാവും, അതിൻ്റെ കഥകളുണ്ടാവും, അല്ലെങ്കിൽ ബ്രദർ, സിസ്റ്റർ, അങ്ങനെ എല്ലാവർക്കും ഹോസ്റ്റൽ ജീവിതം. കോളേജിൽ പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്കെല്ലാം ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. അതുപോലൊരു ഹോസ്റ്റലാണ്. അതേ ഒരു മെൻസ് ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടിയാകും. ഈ പെൺകുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് അവർ ഇമാജിൻ ചെയ്യുന്ന ഒരു വേൾഡാണ്. അവരുടെ ബ്രദർ ചിലപ്പോൾ അവിടെ താമസിച്ചിട്ടുണ്ടാവാം, ഫ്രണ്ട് താമസിച്ചിട്ടുണ്ടാവും, അച്ഛൻ താമസിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അവർ പറഞ്ഞിട്ടുള്ള കഥകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ്. ഒരു പെൺകുട്ടി ഒരു ഹോസ്റ്റലിലകപ്പെട്ട് പോയാൽ ആ പെൺകുട്ടിയുടെ കണ്ണിലൂടെ മെൻസ് ഹോസ്റ്റലിൽ എന്താണ് നടക്കുക, അവിടെ നിന്ന് രക്ഷപ്പെടാം. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് പെൺകുട്ടികൾക്കാണ്. എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആംഗിൾ. ഇതാണ് ഇതിൻ്റെ ഒരു അപ്പം ഇതിനകത്ത് ഹൈപ്പ് ഇടാനായിട്ട് വലിയ ബ്രഹ്മാണ്ഡ സെറ്റുകൾ വിട്ട് വലിയ സോങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഇത് റിയാലിറ്റിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഹോസ്റ്റലിൻ്റെ കഥ പറയുമ്പോൾ അതിന് ഒരു $1 മില്യൺ സെറ്റ് ഇട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. റിയാലിറ്റി എങ്ങനെയാണ് ഒരു ഹോസ്റ്റൽ ഉള്ള നാച്ചുറൽ ലൊക്കേഷൻസിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പം അതിൻ്റെ ഒരു റിയലിസം അതിനകത്തുണ്ടാവും. അപ്പം അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിയും. നമുക്ക് പണി അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ റിസ്ക് കൂടുതലാണ്. അറിയാവുന്നവരാണെങ്കിൽ നമുക്കത് ഇപ്പം നമ്മൾ ഒരു ജോലി അറിഞ്ഞുകൂടാത്ത ഒരു പുതുമുഖത്തിനെ അല്ല നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഏകദേശം ഒരുപാട് കഥകൾ കേട്ട്, ഏകദേശം 100-150ഓളം കഥകൾ കേട്ടിട്ട് അതിൽ നിന്നും എടുക്കുന്ന ഒരു കഥയാണ് സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ളത് തന്നെയാണ് മങ്കിപ്പെല്ലും, അങ്ങനെ വന്നിട്ടുള്ളത് തന്നെയാണ് ഇപ്പം അടികപ്പേരെ കൂട്ടമണി. അപ്പം ഞങ്ങളുടെ സിനിമകളെല്ലാം എടുത്തു നോക്കിയാൽ മനസ്സിലാവും, എല്ലാത്തിനും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. ഒരു സിനിമയും ഇപ്പോൾ ഞങ്ങൾ പിള്ളേരുടെ പടം മാത്രം എടുക്കുന്നതല്ല, അല്ലെങ്കിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രമല്ല എടുക്കുന്നത്, മാസ് പടം എടുക്കാറുണ്ട്. എല്ലാ തരത്തിലുള്ള പടങ്ങളും ഞങ്ങൾ എടുക്കാറുണ്ട്. അത് ഇപ്പോൾ ഫസ്റ്റ് സിനിമ തന്നെ, ഇപ്പോൾ ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമ തന്നെ പുതിയ ഡയറക്ടറിനെ വെച്ച് ചെയ്തതാണ്. അപ്പം അത് വെച്ച് ചെയ്തപ്പോൾ നമുക്കതിനുള്ള ധൈര്യം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് പിന്നെയും കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുത്തുകൂടാ എന്ന് തോന്നി. അപ്പം പിന്നെ അത് ഞങ്ങളുടെ ഒരു പോളിസി ആയിട്ട് എടുത്തു. കൂടുതൽ ആളുകൾക്ക് സിനിമയിൽ വരാനായിട്ട്. അത് മാത്രമല്ല, പഴയ രീതിയിൽ നിന്നും ഒക്കെ മാറ്റി ചിന്തിക്കുന്ന രീതിയിലുള്ള ആളുകൾ സിനിമയിലേക്ക് വന്നാൽ മാത്രമേ സിനിമയ്ക്കും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആട് എന്ന് പറയുന്ന സിനിമ എരിഞ്ഞെരിഞ്ഞ് സൂപ്പർ ഹിറ്റായ ഒരു സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഡേ വളരെ മോശം അഭിപ്രായം നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് തന്നെ ഫേസ്ബുക്കിലും എല്ലായിടത്തും ഇട്ടിട്ട് അങ്ങനെ അത് ഒരു മോശം പടമാണോ എന്ന് ഓർത്ത് പോവാതിരുന്ന ഒരുപാട് പേര് പിന്നീട് ഞങ്ങൾക്ക് പിന്നെ തോന്നിയത് അതിലൊരു സെക്ഷൻ ഓഫ് ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആ സിനിമ അവസാനിപ്പിക്കണം എന്ന് തോന്നി ചെയ്ത ഒരു ഇതായിട്ട് പിന്നെ തോന്നി. ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയും കൂടെ ആയിരുന്നു അത്. അത് പക്ഷേ ഒരു നല്ല സിനിമ, ഒരു നല്ല സംവിധായകൻ, അവരെയൊക്കെയാണ് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തത്. ഇപ്പം മിഥുൻ എന്ന് പറയുന്ന ആള് ഫസ്റ്റ് ഡേ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഡേ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വരുമ്പോൾ മിഥുൻ ഇനി പടം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാര്യം അത്രയും പ്രതീക്ഷയോടുകൂടി ഒരു പടം ചെയ്തിട്ട് ആളുകൾ അത് സ്വീകരിച്ചില്ല എന്ന് തോന്നിയപ്പോൾ ഉള്ളൊരു വിഷമം. സ്വീകരിക്കുന്ന മാത്രമല്ല,
അതിനെ ഇത്രയും മോശം ഒരു പടം മലയാള ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കമൻസ് ഇട്ട് ഹേർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ നമുക്ക് വ്യക്തമായിട്ടറിയാതെ അങ്ങനെ ഒരു സിനിമയല്ല ഈ പറയുന്ന. ഇപ്പം ഞങ്ങൾ വിചാരിച്ച DVD ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഇതിന്റെ ഹോം വീഡിയോ ഇറക്കിയത് ഫ്രൈഡേ ഫിലിം ഹൗസ് തന്നെയാണ്. സത്യം അല്ല, ഇത് ആരും എടുത്തില്ല. അതിന്റെ വീഡിയോ സത്യം പറഞ്ഞാൽ ആരും തയ്യാറല്ല. കാര്യം ഇത്രയും മോശമായിട്ട് അഭിപ്രായം വന്നൊരു സിനിമയുടെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഓവർസീസ് റൈറ്റ്സിനോ ഒന്നും ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല, പോയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ സ്റ്റാർ സിനിമയ്ക്ക് കിട്ടാവുന്നതിന്റെ അതിൽ കൂടുതൽ CD സെയിൽസ് ആടെന്ന് പറയുന്ന സിനിമയ്ക്ക് നടന്നിട്ടുള്ളത്. ഞങ്ങൾ സർപ്രൈസ്ഡ് ആണ്. ഓരോ പ്രാവശ്യം 1000 CD-യുടെ ഓർഡർ വരുന്നു, പിന്നെ 2000 CD കൊടുത്ത ഉടനെ 2000 CD-യുടെ ഓർഡർ വരുന്നു, അത് കഴിഞ്ഞ് 3000 CD-യുടെ ഓർഡർ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ സിനിമയ്ക്ക് തന്നെയാണോ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ ആദ്യം സർപ്രൈസ്ഡ് ആയി. സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലാണ് ഇത് ഒന്നും കൂടെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റുമോ, ഇതിന് 2ാം ഭാഗം വരുന്നില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻസ്. അപ്പം ഇത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന റോങ് റിപ്പോർട്ട്സ് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ഒരു സംവിധായകന് മോട്ടിവേഷൻ ലെവൽ കുറഞ്ഞു, കുറേ നല്ല ആൾക്കാർക്ക് അതിൻ്റെ ഇതുണ്ട്. പക്ഷെ അതിനൊരു തിരുത്തൽ വരുത്താൻ വേണ്ടി. അത് മാത്രമല്ല, ഞങ്ങൾ ഫസ്റ്റ് ഡേ സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങളും പറഞ്ഞു ഇനി പുതിയ ആളുകളെ വെച്ചിട്ടുള്ള സിനിമ ചെയ്യുന്നില്ല, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച് ചെയ്യാൻ. നമ്മൾ എന്തിനാ ഇങ്ങനെ പരീക്ഷിച്ചിട്ട് ആളുകൾ എല്ലാവരും നമ്മളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്കിത് എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വേണ്ട, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വെച്ച് തന്നെ പോവാം എന്നുള്ള തോന്നൽ വരാൻ കാര്യം ഇങ്ങനെയുള്ള ഇതാണ്. കാര്യം ഒരുപാട് പേരുടെ അവസരങ്ങളാണ് അതുവഴി പോകുന്നതെന്നുള്ളതാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ ആടിൻ്റെ പാർട്ട് 2 വന്നിരിക്കും. ബിക്കോസ് അത്രമാത്രം പോസിറ്റീവ് റിവ്യൂസ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഡയറക്ടർ മിഥുനുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അത് പുള്ളിക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ കഥയുടെ ഒരു പണിപ്പുരയിലാണ്. എന്ന് നല്ലൊരു കഥ കിട്ടുന്നു അന്ന് ആടിന് പാർട്ട് 2 എന്ന് പറയാൻ പറ്റത്തില്ല, ആടിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ ക്യാരക്ടേഴ്സ് തിരിച്ചു വരും. ഷാജി പാപ്പനും അറക്കൽ അബുവും സർബത്ത് ഷമീറും ഡൂഡും ഉൾപ്പെടുന്ന ആ ക്യാരക്ടേഴ്സ്, അത്രയും ഒരു മാസ് ഇമേജ് കിട്ടിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ എല്ലാ സിനിമകളും, ഇതുവരെയുള്ള എല്ലാ സിനിമകളും ഞങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാകും. ഞങ്ങളുടെ ഒരു സിനിമകളും ലോസ് ഇല്ല. അതിനെല്ലാം കൃത്യമായ ബിസിനസ് പ്ലാൻ ഉണ്ട്. ഇപ്പം പെരിച്ചാഴി ആണെങ്കിൽ കൂടെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. വീണ്ടും ഒരു പുതിയ ഡയറക്ടർ അരുൺ വൈദ്യനാഥൻ എന്ന് പറയുന്ന പുതിയ ഡയറക്ടർ മാത്രമല്ല, അദ്ദേഹം മലയാളിയും കൂടെ അല്ല, അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണ്. അപ്പം അതും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിനകത്ത് ചില പാളിച്ചകളുണ്ട്. അതിൻ്റെ കഥ, സ്ക്രിപ്റ്റ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത പോലെ അല്ല സിനിമ വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു സ്പൂഫാണ്. അതിനെ സ്പൂഫായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മലയാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തപ്പോൾ അദ്ദേഹം അതിനൊരു സ്പൂഫായിട്ട് ട്രീറ്റ് ചെയ്യാൻ മലയാളികൾ മറന്നോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരിക്കലും ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഗവർണർ ഇലക്ഷന് US കൊണ്ടുപോയി അഡ്വൈസ് ചോദിക്കത്തില്ല. അവിടെ തുടങ്ങുന്നു അതൊരു സ്പൂഫാണെന്നുള്ളത്. അവിടെ മലയാളികൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓഡിയൻസിൻ്റെ മിസ്റ്റേക്ക്. അത് മേ ബി ലാലേട്ടൻ അത് പോർട്രേ ചെയ്തപ്പോൾ അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്തതാവാം. അവിടെ പോയിട്ട് ഒരിക്കലും നമുക്ക് ഓവർനൈറ്റ് അവിടുത്തെ കമ്മ്യൂണിറ്റീസിനെ തമ്മിൽ അടുപ്പിക്കാൻ പറ്റത്തില്ല. അത് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അവിടെ നമുക്കിങ്ങനെ ഫ്രീ ബീസ് കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു കേരള പോളിറ്റിക്സിനെ എടുത്ത് US പോലെ 2 ഡെമോക്രസീസാണ്. US ഒരു വേൾഡ്സ് ലാർജസ്റ്റ് 2 ഡെമോക്രസീസ്, ഇന്ത്യ ആൻഡ് USA. അവിടെയും പോളിറ്റിക്സ് ഉണ്ട്, ഇവിടെയും പോളിറ്റിക്സ് ഉണ്ട്. ഇവിടുത്തെ പോളിറ്റിക്സിനെ എടുത്ത് അവിടെ പ്ലാന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഇവിടെ പൊളിറ്റീഷ്യൻസ് കാണിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു അൾട്ടിമേറ്റ് സ്പൂഫ് കൾട്ട് സിനിമയാണത്. അതിനെ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് അതിൽ തെറ്റ്. ആളുകൾ നമ്മളുടെ അടുത്ത് മെസ്സേജ് ചോദിക്കുന്നത് അമേരിക്കയിൽ ഇത്ര വലിയ ബോംബ് പൊട്ടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ബോംബ് പോയിട്ട് ആ സിനിമയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അമേരിക്ക ചെയ്യാൻ പറ്റത്തില്ല, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് എന്ന് പറയുന്ന ഓഡിയൻസ് അതിനെ കൺസീവ് ചെയ്ത മിസ്റ്റേക്കാണ്. മേ ബി അരുൺ വൈദ്യനാഥൻ എന്ന് പറയുന്ന ഡയറക്ടർ മേ ബി വൺ ഓഫ് ദ റീസൺസ് അതിനെ മലയാളി ഓഡിയൻസിനെ മനസ്സിലാക്കാൻ ചിലപ്പോൾ അതേപോലെ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല, പുള്ളി മലയാളി ഓഡിയൻസിനെ കൺസീവ് ചെയ്ത് ഒരു രീതിയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നിരിക്കാം. പുള്ളി
ലാലേട്ടൻ എന്ന ആക്ടറിലൂടെ ചില എക്സ്പ്രഷൻസ് ഒരു സ്പൂഫ് ഫോർമാറ്റിൽ എടുക്കേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പം പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത രീതിയിലോ ചില മാറ്റങ്ങൾ വന്നിരുന്നുവെങ്കിൽ അതിനൊരു സ്പൂഫായിട്ട് ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമ നമുക്കൊരിക്കലും നഷ്ടവുമല്ല, നമ്മളതിൽ റിഗ്രറ്റ് ചെയ്യുന്നുമില്ല. കാര്യം അങ്ങനെ ഒരു പടം ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബ്രാൻഡ് നെയിം വലുതാക്കിയത് പെരിച്ചാഴി തന്നെയാണ്, ലാലേട്ടൻ്റെ കൂടെയുള്ള പടം. പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ആണെങ്കിലും ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം സിനിമയിൽ വന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു സിനിമയും കൂടെയാണ് പെരിച്ചാഴി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു റിഗ്രറ്റും ഇല്ല, എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയും കൂടെയാണ്. അദ്ദേഹത്തിൽ നിന്ന് എന്തെല്ലാം പഠിച്ചു. പിന്നെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സിനിമയിൽ ഇതില്ല. അത് പെരിച്ചാഴി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഓഡിയൻസിന് അതൊരു സ്പൂഫാണെന്ന് മനസ്സിലായിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. നമുക്ക് വെച്ചൊരു സിനിമ ചെയ്യാന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പല കഥകൾ ഡിസ്കസ് ചെയ്തു. മമ്മൂക്കയോട് പോയി ഞങ്ങൾ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരെണ്ണം ഇഷ്ടപ്പെടുകയും ചെയ്തു. അതൊരു റൈറ്റ്സ് വാങ്ങിച്ച് ചെയ്യേണ്ട സിനിമയാണ്. അപ്പോൾ അതിൻ്റെ റൈറ്റ്സിൻ്റെ ചർച്ചയിലാണ്. ഒരു നോവലിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചയിലാണ്. ഡെഫിനറ്റ്ലി 2016 ഞങ്ങൾ മമ്മൂക്കയായിട്ടൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചെയ്യും. അതിനും വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കണ്ട. അതും വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സിനിമ. നമ്മൾ ഈ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്ന കൊച്ചു ക്യൂട്ട് പടങ്ങളാണ്. നമ്മുടെ ഒരു പോളിസിയും അത് തന്നെയാണ്. എന്നാൽ ഞങ്ങൾ അതിനകത്ത് ആ സിനിമയിലേക്ക് നമ്മൾ വളരെയേറെ നമ്മളാൽ കഴിയുന്ന വിധം മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബഡ്ജറ്റ് കുറവെന്നല്ല ഉണ്ട്. ഒരു സ്റ്റാർ പടത്തിൻ്റെ സെയിം ബഡ്ജറ്റാണ് നമ്മൾ കുറയ്ക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളും അതും നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ട ആർട്ടിസ്റ്റിന് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന ആ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾ സിനിമ ആ ട്രസ്റ്റിൽ വന്ന് കാണാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റി, സിനിമയുടെ ക്വാളിറ്റി ഞങ്ങൾക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റും. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് കുറയ്ക്കുന്നത്? ആർട്ടിസ്റ്റ് ഒരുപാട് വൻ പ്രതിഫലം കൊടുത്തിട്ട് ആർട്ടിസ്റ്റുകളെ വെക്കണ്ട. അത് സിനിമയിലേക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ക്വാളിറ്റി നന്നായിരിക്കും. മുദ്ദകൾ കാണുമ്പോൾ അറിയാം വളരെ റിച്ച് ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ ഗോകുൽ സുരേഷൻ്റെ മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓപ്പോസിറ്റ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഞാനാണ്. പിന്നെ ഹരീഷ്, സൗബിൻ, ഇന്ന് ഇന്നായി നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നാളായിട്ട് മാറി നിൽക്കുന്ന ബൈജു ചേട്ടനെ ഒരു ഗംഭീര കഥാപാത്രത്തിലൂടെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരികയാണ്. സൗബിനും ഹരീഷും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നു. അർത്ഥന എന്ന് പറയുന്ന ഒരു പുതിയ കുട്ടി ഇൻട്രൊഡ്യൂസ്. പക്ഷേ ഇതെല്ലാം ആ ക്യാരക്ടേഴ്സിന് ആപ്റ്റായിട്ടുള്ളവരാണ്. സിനിമയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതുവരെ ഷൂട്ട് ചെയ്യാത്ത ടെക്നോളജി വെച്ചൊക്കെ ഞങ്ങൾ ചില പാർട്സ് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് കൊണ്ടുവരുന്ന ഒരുപാട് ഹൈപ്പ് ചെയ്ത് ഒരു വലിയ സിനിമ വരുന്നു എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടുന്നു. ഓൾറെഡി ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നാച്ചുറലി അതിലൊരു ട്രസ്റ്റ് വരുന്നുണ്ട്. ആ ട്രസ്റ്റ് മതി ഞങ്ങൾക്ക്. ആ ട്രസ്റ്റ് വെച്ച് ആളുകൾ സിനിമ കാണാൻ വരിക. അല്ലാതെ ഇതിനെ ഒരു വലിയ സിനിമയായിട്ട് ഹൈപ്പ് ചെയ്യാനോ ഞങ്ങൾ പോകുന്നില്ല. നമ്മുടെ അടികപ്പേരെ കൂട്ടമണി എന്താണോ അതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, അതിലെ എൻ്റർടൈൻമെൻറ്റ് പാർട്ട് നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ മുദ്ദുഗൗ ഡെഫിനറ്റ്ലി അതിൻ്റെ തുടർച്ചയായിരിക്കും. അത് വേറൊരു രീതിയിലുള്ള വേറൊരു എക്സ്പെരിമെൻ്റ് ആണ്. വേറൊരു പുതിയ ഡയറക്ടർ, ഞങ്ങളുടെ 7ാമത്തെ പുതിയ ഡയറക്ടറാണ്. വേറൊരു പുതിയ ഡയറക്ടർ അയാളുടെ ഡ്രീമുമായിട്ട് വരികയാണ്. അയാൾ വിഷ്വലൈസ് ചെയ്ത ഒരു സിനിമ, 2 വർഷത്തോളം ഇരുന്ന് എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, അയാളുടെ ഒരു ഡ്രീം കം ട്രൂ ആണ്. അയാൾ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളും ഞങ്ങളാൽ കഴിയുന്ന വിധം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുതിയൊരു എക്സ്പെരിമെൻറ്റുമായിട്ടാണ് മുദ്ദുഗ വരുന്നത്. മലയാള സിനിമ കഴിഞ്ഞ ഒരു വർഷം വരെ ഭയങ്കരമായിട്ട് സാറ്റലൈറ്റിനെയും അതർ റൈറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോഴും അതെ, ഇപ്പോൾ കുറേയൊക്കെ ഡിപ്പെൻഡ്. ബിക്കോസ് ഇതൊരു വളരെ കൊച്ചൊരു ഇൻഡസ്ട്രിയാണ് കമ്പയർഡ് ടു അതർ. ഇപ്പോൾ തെലുങ്കും തമിഴും ഹിന്ദിയും വെച്ച് കമ്പയർ വളരെ സ്മോൾ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇവിടെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഇപ്പം തെലുങ്കിലോ തമിഴിലോ ഒരു ഇത്രയും മാർക്കറ്റ് ചെയ്തൊരു സിനിമ ഇറക്കിയാൽ ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന് പറയുന്നത് ഓൺ ക്രോർസ് ആണ്. അപ്പോൾ അവിടെ റിക്കവറി കൂടുതലാണ്. ഇവിടെ തിയേറ്ററിക്കൽ റിക്കവറി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു നോമിനൽ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ 30 lakhs 40 lakhs ആണ് അതിൻ്റെ ഒരു മാക്സിമം ഹയർ എൻഡ് എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 weeks ആണ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പൈസ റിക്കവർ ചെയ്യുന്ന മോഡ്യൂൾസ് എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റും അതർ റൈറ്റ്സ്. അപ്പം
സാറ്റലൈറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാ സിനിമയുടെ സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ട സിനിമകൾ ചൂസ് ചെയ്യായിട്ടാണ് സാറ്റലൈറ്റ് എടുക്കുന്നത്. സാറ്റലൈറ്റ് പോവാതിരിക്കാം. ഇപ്പോൾ സാറ്റലൈറ്റ് പോകാത്ത ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെപ്പോലൊരു മീഡിയം സൈസ്ഡ് എന്ന ഒരു 4-5 സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ഒരു ബാക്കിംഗ് ആവശ്യമാണ്. ആ ബാക്കിംഗ് എന്ന് പറയുന്നത് എല്ലാ ഏരിയസിലൊന്നും വേണ്ട, ഒരു ചെറിയ സപ്പോർട്ട്. അതായത് നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ സപ്പോർട്ട് എന്ന് പറയും. ഇപ്പോൾ കാർണിവൽ സിനിമയാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്ക് തരുന്ന ബാക്കിംഗ് എന്ന് പറയുന്നത് ആ ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ടെൻഷൻ ഇല്ലാതെ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സിനിമ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ചാനലിന് അല്ലെങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അത് പോയില്ലെങ്കിലും സിനിമ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇറക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ പല സിനിമകളും ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യുന്നു, മാറ്റിവെക്കുമ്പോൾ ഇത് വിചാരിക്കുന്ന റെഡി ആയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കും. സാറ്റലൈറ്റ് പോകാതെ മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്, തിയേറ്റർ കിട്ടാതെ മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ട്, ഫണ്ടില്ലാതെ ചില സീൻസ് ഷൂട്ട് ചെയ്യാതെ മാറ്റിവെക്കും. നമ്മളിതുവരെ മങ്കിപ്പന് കഴിഞ്ഞതിന് ശേഷം ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരു സിനിമ അനൗൺസ് ചെയ്താൽ ആ ഡേറ്റിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. നമ്മളൊരു ഡേറ്റിലെ എത്ര സിനിമ മാറിയാലും നമ്മൾ പറയുന്ന ഡേറ്റ് നമ്മളത് ഇറക്കി, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടാണ് കാർണിവൽ എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലക്സ് ബ്രാൻഡുമായിട്ടുള്ള ടൈം. ഒരു സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ഡയറക്ടറിൻ്റെ കൊടുത്തിട്ട് മാറി നിന്നിട്ട് ആ ഫൈനൽ ഔട്ട്പുട്ട് കാണുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ല ഞങ്ങൾ. ആ ഒരു സിനിമ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ സിനിമയുടെയും 100% റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെയാണ്. ഞങ്ങൾ ഒരിക്കലും ഇപ്പോൾ ആട് സെക്കൻഡ് ഹാഫ് മോശമാണെന്ന് പറഞ്ഞ് നെറ്റിൽ വരികയും പല നെഗറ്റീവ് റിവ്യൂസ് വരികയും ചെയ്തപ്പം ഒരിക്കലും ഞങ്ങളത് മിഥുൻ്റെ തലയിലോട്ട് ഇട്ടിട്ട് മാറി നിന്നിട്ടില്ല. ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഒരിക്കലും നമ്മളത് ഡയറക്ടറിൻ്റെ തലയിലോ ക്യാമറമാൻ്റെ തലയിലോ വെച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസേഴ്സ് അല്ല. ഞങ്ങൾ ചെയ്യുന്ന സിനിമയുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കാണ്. ഞങ്ങളത് ഷൂട്ട് ചെയ്യുമ്പോൾ മുതൽ കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ റീഷൂട്ട് ചെയ്തിട്ട് അത് എത്രയും മാക്സിമം നന്നാക്കാമോ അത്രയും നന്നാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ സ്ക്രീനിലേക്ക് കൊണ്ടുവരാറുള്ളൂ. അതുകൊണ്ട് ഓരോ ഫ്രെയിമും ഷൂട്ട് ചെയ്യുമ്പോൾ അന്നുള്ള ഷോർട്സ് ഞങ്ങൾ അന്നു തന്നെ കാണും. അത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഓരോരോ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ് എടുക്കാറുണ്ട്. അതിൻ്റെ ഷൂട്ട് ഫുട്ടേജ് തൊട്ട് എഡിറ്റ് തൊട്ട് അതിൻ്റെ ഡബിങ് തൊട്ട് എല്ലാ ഏരിയാസിലും ഞങ്ങൾ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഒരിക്കലും സിനിമ ചിലപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇൻറ്റ്യൂഷൻ പോയെന്ന് വരാം. നമ്മൾ ഒരുപാട് വട്ടം ഒരു സീൻ കാണുമ്പോൾ ആ ഫൈനൽ ഔട്ട്പുട്ടിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റ്യൂഷൻ പോകും. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് കാണിച്ചിട്ട് അത് ഒരു ഡയറക്ടറിൻ്റെ അതേ ഫീലിംഗ് തന്നെയാണ് നമുക്കും. കാരണം നമ്മളും ആ സിനിമ ഡയറക്ടർ കണ്ടത് അത്രയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് എപ്പോഴും ഒരു നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ വേറൊരാൾ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റൂ. അതുകൊണ്ട് ആ അഭിപ്രായം കേൾക്കുമ്പോൾ ഞങ്ങൾ ആർഗ്യൂ ചെയ്യാറുണ്ട്, ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യാറുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ വരുന്ന ഔട്ട്പുട്ടിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രമേ ആ പ്രോഡക്റ്റ് ഇറക്കാറുള്ളൂ. അത് സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കരുത്. നമ്മളതിനെ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ. അത് പോസിറ്റീവാണ് നെഗറ്റീവ്, അത് നമ്മൾ ഡോണ്ട് ടേക്ക് ഇറ്റ് ബൈ ദ ഹാർട്ട്. അത് എടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതിനെ അങ്ങനെ എടുക്കാതിരുന്നാൽ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രൊഫൈലോ പേജോ ഇപ്പോൾ സിനിമ പ്രൊമോഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ എല്ലാ കമൻസൊന്നും നമ്മൾ വായിക്കാറ് പോലില്ല. പറ്റുകയാണെങ്കിൽ വായിക്കും. അതിനെ ഒരു പ്രൈമറി മീഡിയമായിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യും. പ്രൈമറി മീഡിയമായിട്ട് സോഷ്യൽ മീഡിയയുടെ ക്രിറ്റിസിസത്തിനെ എടുത്തു തുടങ്ങിയാൽ നമ്മൾ മെൻ്റലി വീക്കായി പോകും. അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ നോക്കുക. അല്ലാതെ അതിനെ എനിക്ക് എന്നെതിരെ ഇത് വന്നു അത് വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ മെൻ്റലി ഡൗൺ. ഇപ്പം അതിന് ഡൗൺ അല്ല. ബിക്കോസ് ഞാനതിനെ എൻ്റെ സിനിമകൾ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു മീഡിയമായിട്ടും അതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. മറ്റുള്ളതൊക്കെ ദർ ഇസ് നോ അതർ പബ്ലിസിറ്റി ദാൻ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി. ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത 80% ഓഫ് ദ നദർ ഓഡിയൻസ് ഉണ്ട് സിനിമ കാണുന്നവർ. അവരുടെ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയാണ് സിനിമയെ ഹിറ്റാക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു 20%. ടി വി എന്ന് പറയുന്നത് വേറെ. ടി വി സ്റ്റിൽ എ ബിഗർ മീഡിയം ദാൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷം കഴിയുമ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ടി വിയെക്കാട്ടിലും പവർഫുൾ മീഡിയം. ഇന്ന് നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു സിനിമ ഹിറ്റാക്കുന്ന വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയാണ് നമ്പർ 1. നമ്പർ 2 ഇസ്
അതർ മീഡിയംസ്, ഇപ്പോൾ ടി വിയിലൂടെ വരുന്ന ഡിസ്കഷൻ അവരത് കാണാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ മാർക്കറ്റിംഗ് പരസ്യങ്ങൾ, അതിൻ്റെ ട്രെയിലർ, അതിൻ്റെ സോങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. യെസ്, സോഷ്യൽ മീഡിയ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ അതിനെ റിവ്യൂ, നല്ല പോസിറ്റീവ് റിവ്യൂ കൊടുത്ത് അതിനെ കാണാനായിട്ട് ആളുകളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരു ഓഡിയൻസ് ടി വി കണ്ടുവരും. അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ക്രിറ്റിസിസം വരുന്നത് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. അതിൽ നല്ല ക്രിറ്റിസിസം ആക്ച്വലി ഇത് മോശമായിട്ട് എഴുതുമ്പോൾ നമുക്ക് വിഷമം വരാറുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, വിഷമം വരാറുണ്ട്. പക്ഷേ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ് ഇത് പൈസയുടെ മുകളിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ള കാര്യം. എത്ര മോശം പടമാണെങ്കിലും നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ല പടമായിട്ട് എഴുതും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല പടമാണെങ്കിലും വളരെ മോശം പടം എന്ന് എഴുതും. അതാണ് ആട് ഒരു എക്സാമ്പിളാണ് അതിന്. അപ്പോൾ അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇതിപ്പം സിനിമയിൽ നിൽക്കുന്നവരെന്നല്ല, ഇപ്പൊ നോർമലായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇത് ഇങ്ങനെ ചില കളികളും ഇതിന്റെ പുറകിലുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് അത് ഇപ്പൊ നമ്മൾ അതുമായിട്ട് യൂസ്ഡായി. ആദ്യം അതൊരു വിഷമം തോന്നുന്ന കാര്യമായിരുന്നെങ്കിലും ഇപ്പൊ അതുമായിട്ട് യൂസ്ഡായി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ അതല്ലാത്ത ക്രിറ്റിസിസം എവിടുന്നേലും വന്നാലേ നമുക്ക് വിഷമം. സോഷ്യൽ മീഡിയ സിനിമ മാർക്കറ്റിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാം, പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവരുന്ന 2 സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങളിൽ ഒരാൾ ചെയ്ത നിങ്ങളുടെ സിനിമയാണ്. ഇതേപോലെ സിനിമ എന്ന സ്വപ്നവുമായിട്ട് നടന്ന് ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഡോറിൽ നോക്ക് ചെയ്ത് വന്ന് അത് സിനിമയായി പുറത്തിറങ്ങാൻ പോവുകയാണ്. അയാളെ സപ്പോർട്ട് ചെയ്യുക. ഒരാളുടെയും റെക്കമെൻഡേഷനോട് കൂടി വന്ന ആരുമല്ല ഇവരെല്ലാം. നമ്മളുടെ അടുത്ത്, അതായത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഫ്രൈഡേ ഫിലിം ഹൗസിന് ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഇടാറുണ്ട്. കഥ പറയാനുള്ളവർക്ക് എപ്പോഴും ഓപ്പൺ ആണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. അങ്ങനെ വന്ന് കഥ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം 10ഉം 11ഉം കഥ കേൾക്കാറുണ്ട്. അതിൽ ഇപ്പം ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ മോശം, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാറുണ്ട്. നല്ല സാധനങ്ങൾ നല്ലതാണ്, സ്ക്രിപ്റ്റ് വാങ്ങിച്ചു വയ്ക്കും വായിക്കാനായിട്ട്, സമയം കിട്ടുന്നത് വായിക്കാറുണ്ട്. ആ വായിച്ച് ഇഷ്ടപ്പെട്ട സിനിമകൾ നമ്മൾ അപ്പം തന്നെ സിനിമയാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന അടി കപ്പ്യാരെ കൂട്ടമണി എന്ന് പറയുന്ന സിനിമ വളരെ പെട്ടെന്ന് ഓണായ ഒരു സിനിമയാണ്. അത് കഥ കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു പെൺകുട്ടിയുടെ കഥയാണത്. ഒരു പെൺകുട്ടി ഒരു ഹോസ്റ്റലിൽ പെട്ടുപോകുന്ന കഥയാണ്. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും എന്നെ വെച്ചാണ് കണക്ട് ചെയ്യാറ് ഓരോ സിനിമയും. ഇപ്പം മങ്കിപ്പൻ്റെ കഥ വന്ന് പറഞ്ഞപ്പോഴും റയാൻ ഫിലിപ്പിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്നെ കണ്ടു. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ് ഞങ്ങൾ എടുക്കാറ്. പിന്നെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എപ്പോഴും വിജയ് സാറാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കൂടുതലും ഹ്യൂമർ ഉള്ള സിനിമകളായിരിക്കും. അതായത് വിജയ് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഹ്യൂമറാണ്. പക്ഷെ എൻ്റെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എസ്തെറ്റിക് മൂവീസിനോടാണ് കുറച്ചുകൂടെ താല്പര്യമുള്ളത്. പക്ഷെ വിജയ് സാറിന് ഹ്യൂമർ അപ്പം നമ്മുടെ സിനിമകളിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും സിനിമകൾ വരുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഇതിപ്പോൾ ഞാൻ ആദ്യം കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ വിജയ് സാറും കൂടെ ഓക്കെ പറയുന്ന സിനിമകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള സിനിമകളായിരിക്കും ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകൾ ഞാനാണ് ഫസ്റ്റ് കഥ കേൾക്കാതിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ആണല്ലോ, എല്ലാവരുടെയും കഥ കേൾക്കുമല്ലോ, ചുമ്മാ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയും ചെയ്യും. അപ്പം വന്നിട്ട് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്ന രീതിയിൽ വന്നിട്ട് ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെയൊക്കെ വന്ന് പറയുന്ന ആളുകളുണ്ട്. ആ സമയം നല്ല പ്രിപ്പയർഡായിട്ട് ക്യാരക്ടർ സ്കെച്ച് വരെ ഉണ്ടാക്കി എല്ലാമായിട്ട് വരുന്ന ആളുകളുമുണ്ട്. ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നത്, ചുമ്മാ ഒരു ചെറിയ ത്രെഡായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ എന്നാൽ പോലും ഇതുവരെ ആളുകൾ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു പുതിയതായിട്ടൊരു സാധനമായിട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കും.